ഹലോ. അപ്പോൾ എഗെയിൻ ഒരു ഹോസ്പിറ്റൽ ഡേ നോക്കിയാലോ? അന്നാണെങ്കിൽ അമ്മയുടെ കയ്യിൽ എന്തോന്ന് കുത്തിയെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതാണെങ്കിൽ വീണ്ടും പെയിനൊക്കെ കൂടിയിട്ട് നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടോ. നമ്മളിവിടെ സ്റ്റാർ ഹോസ്പിറ്റലിലോട്ടാണ് പോയത്, ഓച്ചിറയിൽ. പക്ഷെ അവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ കരുനാഗപ്പള്ളി കിംസിലോട്ട് പോയിട്ടോ, വല്യത്ത്. അപ്പം അവിടെ ചെന്ന് ഡോക്ടർ ലേറ്റ് ആകുമെന്ന് പറഞ്ഞ് വരാൻ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ. ഞങ്ങൾ മൂന്നിനും ഫുഡ് കഴിച്ചില്ലായിരുന്നു. പപ്പ ഫുഡ് കഴിച്ചിട്ടായിരുന്നു കേട്ടോ വന്നത്. അങ്ങനെ പപ്പായ റിസപ്ഷനിൽ എത്തിയിട്ട് നമ്മൾ മൂന്നുപേരോട് ഫുഡ് കഴിക്കാൻ വന്നു. നമ്മൾ കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡിന് തൊട്ട് റൈറ്റ് സൈഡിലുള്ള ലക്ഷ്മി ഹോട്ടലിലാട്ടോ വന്നത്. അവിടുത്തെ ബിരിയാണിയെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ അവിടുത്തെ ബിരിയാണിക്ക്. കരുനാഗപ്പള്ളിയിലുള്ളവരാണെങ്കിലും വരുന്നവരാണെങ്കിലും അതുവഴിക്ക് പോകുന്നവരാണെങ്കിലും മസ്റ്റായിട്ടും പോയി നിങ്ങൾ കഴിച്ചു നോക്കണം കേട്ടോ. അവിടുത്തെ ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെ എന്ത് ടേസ്റ്റാണോ, നല്ല അഫോർഡബിളായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങളാണെങ്കിൽ അവർ രണ്ടുപേരും 2 ബിരിയാണിയും ഞാനാണെങ്കിൽ ഒരു ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ. കാരണം പിന്നെ ലൈം സോഡയൊക്കെ കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി റിസപ്ഷനിൽ പോയിട്ട് പപ്പായെ വിളിച്ചിട്ട് നമ്മൾ നേരെ ഡോക്ടറെ അടുത്തോട്ട് പോയിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, അമ്മയുടെ കയ്യിൽ ആ ഒരു പോയിസൺ സ്പ്രെഡായിട്ട് ഇൻഫെക്ഷൻ കൂടി കേട്ടോ. അങ്ങനെ അവിടെ അഡ്മിറ്റ് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അമ്മ അഡ്മിറ്റൊന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വീട്ടിലോട്ട് പോയിരുന്നില്ല, അതിനിടയ്ക്കും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളാണെങ്കിൽ ഒന്ന് നടന്നു വരാൻ പറഞ്ഞു. ഇപ്പോൾ റാംബോ ഒക്കെ 2 പേരുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ നേരെ ക്യൂട്ടിപ്പയിലോട്ടാട്ടോ വന്നത്. HNJ മാളിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ക്യൂട്ടിപ്പ വരുന്നത്, ദ കേക്ക് എക്സ്പോർട്ട്. ഭയങ്കര ടേസ്റ്റ് ആട്ടോ അവിടുത്തെ കേക്കിന്. അവിടെ നമ്മൾ വാനിലയുടെ മിൽക്ക് കേക്കാണ് കഴിച്ചത്. ഭയങ്കര ടേസ്റ്റ് ആട്ടോ ആ കേക്കിന്. അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി വവ്വക്കാവിൽ ശരവണയിൽ വന്നിട്ട് വടയും ചായയൊക്കെ കഴിച്ചേ. അത് ഇനി നമ്മൾ ഹെലൻ്റെ അടുത്തോട്ടാട്ടോ പോയത്. ഇതാണ് നമ്മുടെ ഹെലൻ്റെ പുറത്ത് എന്തോ ഒരു മുറിവുണ്ടായിരുന്നേ. അപ്പോൾ അതിനാണെങ്കിൽ സ്പ്രേ അടിക്കാനായിട്ടാട്ടോ പോയത്. ഹെലൻ നിങ്ങൾക്കൊരു സർപ്രൈസ് തരുവേ, അപ്പോൾ കണ്ടോണേ. കിട്ടിയേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ.